മക്കളെ അപ്പോഴും ഇന്നലെ രാത്രിയിൽ അമ്മ വന്നിട്ട് പിന്നെ അമ്മ വീഡിയോ എടുത്തില്ല. അമ്മ നല്ല ക്ഷീണമായിരുന്നു, കടന്നിറങ്ങി. അടിപൊളി യാത്രയായിരുന്നു. നല്ലോണം അമ്പലത്തിൽ തുഴയൊക്കെ ചെയ്ത് സന്ധ്യ സമയത്ത് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ വന്നപ്പോൾ താമസിച്ചു, പിന്നെ നല്ല ക്ഷീണമായിരുന്നു. അങ്ങനെ ചെറിയ കടന്നുപോയി. അപ്പോൾ അമ്മ രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ എനിക്ക് ചായ കുടിച്ചു. പ്രത്യേകിച്ച് രാവിലെ കാപ്പിയൊന്നും ഉണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം കഴിച്ച്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് വലിയൊരു ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ആ അടിപൊളി ചൂരയായിരുന്നു. അപ്പോൾ ആ ചൂര നമുക്ക് കുറച്ച് അച്ചാർ ഇടണം. അപ്പോൾ അതിനുവേണ്ടി അമ്മ ചൂര കണ്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അച്ചാറിന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലഭാഗം എടുത്ത് മുളക് പൊടിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സാധനം ഉണ്ട്, പെരണ്ടി, അതമ്മ കണ്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴും നമുക്ക് മീൻ അച്ചാർ വേണം. പിന്നെ അമ്മ മാങ്ങയും നെല്ലിക്കയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ അമ്മ അവിടെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. ഇനി നമുക്ക് നെല്ലിക്ക അമ്മ ഉപ്പിലിട്ട് കണ്ടോ, നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ അച്ചാറിടാൻ പോകുക. അപ്പോൾ അച്ചാറിനുള്ള സാധനങ്ങൾ, മീനച്ചാറിൻ്റെ സാധനങ്ങളാണ് ആദ്യം അമ്മ ചെയ്യുന്നത്. അപ്പം മീനച്ചാർ ഇടാൻ വേണ്ടി അമ്മ വേണ്ടേ മീൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പ് നീരൊഴിക്കും അമ്മ. ഉപ്പ് നീര്, പിന്നെ ഒരു ലേശം കായപ്പൊടി ഇടുന്നുണ്ട് അച്ചാറിൽ. ഒരു സ്വല്പം കായപ്പൊടി നമ്മൾ ഇടുന്നുണ്ടേ മീനച്ചാറിൽ. ഒരു കണ്ട ചെറിയ സ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അമ്മ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മീനച്ചാറിലോട്ട് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമേ അമ്മ ഇപ്പോൾ ഇടുന്നുള്ളൂ. പിന്നെ പൊടികളൊക്കെ പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മീനച്ചാറിൽ വറുക്കാനുള്ള പൊടികൾ, കുരുമുളക് പൊടി ഇടും, വറുക്കാനുള്ള പൊടികൾ മാത്രമേ അമ്മ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ലേശം മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും അമ്മ ഇപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ അച്ചാറിനിടാം. പിന്നെ കുറച്ച് ഒരു സ്പൂണിൻ്റെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്ര അമ്മ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം അങ്ങോട്ട് ചെവിടാം. ഇത് എണ്ണയിൽ വറുത്ത് കോരാൻ വേണ്ടിയാണേ. അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഞെവിടാം. ഒരു 4 കിലോ ഉണ്ടായിരുന്നേ. അപ്പോൾ കണ്ടോ, ഞെവിടി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറിൻ്റെ പൊടികളൊക്കെ നമ്മൾ പിന്നെ ചേർക്കുന്നത് വറുത്ത് കോരിയിട്ട്. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടാകുക കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരണം. വറുത്ത് കോരാനായിട്ട് അമ്മ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ, ആ പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അമ്മ പൊട്ടിച്ചില്ല കേട്ടോ, അമ്മ പൊട്ടിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇത് വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ തല മുളക് കറി വെക്കാം. അതിനായിട്ട് അമ്മ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നേ. കണ്ടോ, 2 ഉള്ളി ഇടും, കൊച്ചുള്ളി, 2 കൊച്ചുള്ളിയും കൂടെ വേണം നമുക്ക് മീൻ കറിക്ക്. ബാക്കിയെല്ലാം അവിടെ ഇരിപ്പുണ്ടേ. 2 കൊച്ചുള്ളിയും കൂടെ അമ്മ പൊളിച്ചെടുക്കട്ടെ. എല്ലാവരും രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? അപ്പോൾ നമ്മൾ തലക്കറിക്കുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് 2 പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ 2 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് തലക്കറിക്ക് അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളത് ഇവിടെ മൂക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മൾ വേണ്ടേ മീൻ പിന്നെ അച്ചാറിടാനുള്ളത് നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് മീൻ അച്ചാർ നല്ല കുറച്ചിട്ട് വറുത്തെടുക്കാം. അച്ചാറിനുള്ളത് 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. ആദ്യം ഇത്രയും മൂക്കട്ട്, എന്നിട്ട് ബാക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ വേണ്ടേ തലക്കറിക്കുള്ളതെല്ലാം മൂപ്പിടണം. അപ്പം നമുക്ക് അതിലോട്ട് 2 പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളകും കൂടെ നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. തലക്കറിക്കാം
കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അമ്മ ആദ്യം മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഈ ചെറിയ സ്പൂണിൽ ഒരു 4 സ്പൂൺ മുളക് പൊടി. 4 സ്പൂൺ മുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഉലുവാപ്പൊടി നമ്മളിപ്പോൾ ഇടുന്നില്ല തലക്കറിക്ക്. ഇത് കറി തിളച്ച് വന്നിട്ട് നമ്മൾ ഉലുവാപ്പൊടി ഇടുന്നത്. വടക്കംപുളിയാണ് ഇടുന്നത്. ഇത് നല്ലോണം അങ്ങോട്ട് മൂക്കണം. മൂത്ത് വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം. പിന്നെ ഉപ്പിടണം, വടക്കംപുളി ഇടണം. അപ്പോൾ ഇത് നമ്മുടെ മീനൊക്കെ ഇവിടെ കിടന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇത് പിന്നെ തലക്കറിക്കുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നീര് അമ്മ ചേർക്കണേ. ഉപ്പ് നീര് ചേർത്തിട്ടുണ്ട്. കണ്ടോ. ഈ 2 വടക്കംപുളി, 2 കഷ്ണം വടക്കംപുളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇടുന്നില്ല. 3 വടക്കംപുളി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം. അതെ, തലക്കറിക്കുള്ള വെള്ളം. കണ്ടോ, കുറച്ച് വെള്ളം ചേർക്കുന്നു. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തലയുടെ കറക്റ്റ് ഉപ്പൊക്കെയാണ്. അപ്പോൾ തല കണ്ട നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വെച്ചതിന് എന്നാലും നമ്മൾ ഇടാൻ വേണ്ടി നമ്മൾ കൂടെ കഴുകി വെള്ളം പോകാനെടുക്കാം. നല്ലതാണ്. ഈ ചൂരയൊക്കെ എത്ര കഴുകിയാലും അതിനകത്ത് ചെറിയത് കാണും. അതുകൊണ്ട് കഴുകിയെടുക്കുന്നു. ഇടാൻ ദിവസം കഴുകിയെടുക്കുന്നതാണ്. അപ്പോൾ അമ്മ താണ്ടേ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കട്ടെ. അപ്പോഴത്തേന് തിളയ്ക്കും. അപ്പം അമ്മ ഇതെല്ലാം ഇനി ഒന്ന് റെഡിയാക്കിയിട്ട് മീനില്ലാതെ എടുത്ത് കാണിച്ചത്. അപ്പോഴേ മക്കളത് ആ തലക്കറിക്കുള്ള അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുള്ളും തലയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുങ്ങുന്ന രീതിയിൽ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ. അപ്പം അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കടന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കാം. ചെറുതായിട്ടൊന്ന് അരപ്പൊക്കെ ആവുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് അരപ്പൊക്കെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിക്കണം. ചുറ്റൊന്ന് മീനൊന്ന് തലയൊന്ന് താത്ത്. കണ്ടോ, ഇനി ഇതിവിടെ കിടന്നൊന്ന് പറ്റി വരട്ടെ. പറ്റി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് വേവട്ടെ. അപ്പോഴത്തേന് അമ്മ ഒരു 2 വെണ്ടയ്ക്കയും 2 ബീൻസും എടുത്തിട്ട് നമ്മൾ വിഴുക്ക് വരട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ വിഴുക്ക് വരട്ടിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ മീൻ കടന്ന് ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അച്ചാറിടുമ്പോൾ അമ്മ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തലക്കറി എല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ തോരൻ വെച്ചിട്ടുണ്ട്. തോരനും വെച്ച് പിന്നെ നമ്മൾ മീൻ ഒരു ട്രിപ്പ് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീൻ അച്ചാർ ഇടാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞതും കറിവേപ്പിലയും അതിൻ്റെ മസാലപ്പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ അച്ചാറുള്ള മാങ്ങയും അതിൻ്റെ മസാലപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ഒരു ട്രിപ്പമ്മ വാരി 2ാമത്തെ ട്രിപ്പമ്മ അച്ചാറിനുള്ള ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ അച്ചാറിടാം. അപ്പോൾ അമ്മ നല്ലെണ്ണയ്ക്കകത്താണ് മാങ്ങ അച്ചാർ ഇടുന്നത്. അപ്പം ചട്ടി വെച്ച് നമ്മൾ അതിലോട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷമേ അമ്മ ഇതിനകത്തോട്ട് പിന്നെ മസാലപ്പൊടികൾ എടുത്തോളൂ. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഈ എണ്ണ പതയ്ക്കുന്നില്ല. നല്ലെണ്ണയാണ് അമ്മ മേടിച്ചത്. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അമ്മ അച്ചാർ മാങ്ങ ചട്ടി വെക്കില്ല. ഇത് എടുത്ത് ഒഴിക്കത്തേ ഉള്ളൂ. മൂപ്പിച്ച് ഈ പൊടികളും എല്ലാം മൂപ്പിക്കുന്ന തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിവേപ്പിലയും കൂടെ ഇടും. എന്നിട്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ മൂത്തതിന് ശേഷം അമ്മ തീ ഓഫ് ചെയ്തിട്ട് ഈ അച്ചാറിൻ്റെ തീ ഓഫ് ചെയ്ത് ചെറുതായിട്ട് എണ്ണയൊന്ന് തണുത്തതിന് ശേഷം അമ്മ പൊടികളിട്ടിട്ട് അമ്മ വിനാഗിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയ്ക്കകത്തോട്ട് തട്ടിയിട്ട് കിണ്ടി എടുക്കും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആകുമ്പോൾ മൂക്കും. അപ്പോൾ അമ്മ ഇത് ഓഫ് ചെയ്യും. അത് കിടക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ആ മീനിൻ്റെ ഒരു ട്രിപ്പുണ്ട്. അതും കൂടെ അമ്മ എടുത്തതിന് ശേഷം അമ്മ അച്ചാർ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ വേണ്ടേ അമ്മ വേണ്ടേ കണ്ട
സൂപ്പർ മാങ്ങാച്ചാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൻ മീനുള്ള വറുത്ത് പോയിട്ട് മീനച്ചാർ ഇടാൻ നേരത്ത് കാണിച്ചു തരാം. അപ്പോഴേ നമ്മൾ മീനിനുള്ള അച്ചാറെല്ലാം കണ്ടേ, മീനച്ചാറിനുള്ള മീനെല്ലാം കണ്ടേ വറുത്ത് കോരിയിട്ടുണ്ട്. മസാലപ്പൊടികളും എടുത്ത് വെച്ച് എല്ലാം എടുത്ത്. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കീറിയതും വെളുത്തുള്ളി നീളത്തിൽ കീറിയതും കറിവേപ്പിലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഈ പാനി വറുത്ത് ഒരു പാനിൽ തന്നെ കുറച്ചെണ്ണ മാറ്റിയിട്ട് കുറച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഇത്രയും കിട്ടണം മൂപ്പിക്കുക. കണ്ടാ ഇതിട്ട് നമുക്ക് നല്ലോണം മൂക്കണം. നല്ലവണ്ണം മൂക്കണം. അത് നല്ലവണ്ണം മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊടികൾ ചേർത്തുള്ളൂ. എന്നിട്ട് നമുക്ക് വിനാഗിരിയും കഷ്ണങ്ങളും ഇടാം. അപ്പം നമുക്ക് ആദ്യം ഇത് മൂപ്പിക്കട്ടമ്മ. ഇതപ്പം മൂത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം താണ്ടേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം താണ്ട നല്ല മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില ഒരു മിനിറ്റ് കൂടെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കണം. അതിന് ശേഷം നമ്മൾ പൊടി ഇടാവും കേട്ടോ. ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണ നമുക്ക് ഇത്രയും മതി. അപ്പം ബാക്കി എണ്ണ വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് എണ്ണ നമുക്ക് ഇതിൻ്റെ ബാക്കി വേവിച്ച എണ്ണ നമുക്ക് മീൻ വറുക്കാൻ ചേർക്കാം. നമ്മൾ തെളിച്ച് വെച്ചിട്ടുണ്ട്. അതാണ്ടേ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കൂടെ നമുക്ക് ഇടക്ക് തുറന്ന് വെച്ച് ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അല്ല മീനൊക്കെ തന്നെ ഇതാക്കി ഇടുന്നു. അപ്പം നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമ്മളാണ്ടേ പൊടികൾ ഇട്ട് കൊടുക്കുക. കണ്ടാ മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇടുന്നത്. കണ്ടാ അപ്പോൾ നമുക്കിത് ചെറിയ തീയിൽ ആദ്യം മുളക് പൊടിയുടെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി ചെറിയ തീയിലൊന്ന് കിണ്ടണം. ചെറിയ തീയിൽ നല്ലോണം അങ്ങോട്ട് നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ മണം വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് ആ ഉലുവാപ്പൊടിയുടെയും കായത്തിൻ്റെതും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിനും ആകുമ്പോൾ സൂപ്പർ മണം. നമ്മൾ ഇവിടെ ഒരുത്തിൽ നിന്ന് മണം വലിച്ചൊടിക്കുന്നുണ്ട്. അത് നമുക്കിത് നല്ലോണം കിണ്ടിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനാഗിരി കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകണം. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. കണ്ട ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് ആ വിനാഗിരിയുടെ ഉപ്പൊക്കെ ആ പുളിയും ഉപ്പും എല്ലാം. ഉപ്പ് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചേർത്തില്ലായിരുന്നു. ഉപ്പ് നമ്മൾ സെപ്പറേറ്റ് ചേർത്തിട്ടില്ല. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഉപ്പിട്ട് നമ്മൾ ഒഴിക്കാം. കാരണം മീനകത്തും ഉപ്പിട്ടാവും നമുക്കത്. ഒരു 2 സ്പൂൺ നമ്മൾ ഒഴിക്കുന്നത്. ഉപ്പില്ലാതെ നമുക്ക് നീര് ചേർക്കാം. നീരൊഴിച്ച് കൊടുക്കാം. കണ്ടോ ആ മസാല കണ്ടോ? ആ മീനച്ചാറിൻ്റെ മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ വറുത്ത് വെച്ചിരുന്ന മസാല ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലോണം കിണ്ടിയെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കത്തില്ല കേട്ടോ. മീൻ അച്ചാറിടുന്നതിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും. നമ്മളിങ്ങനെ ചെയ്യത്തുള്ളൂ. ഈ വിദേശത്ത് കൊണ്ടുപോകാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. നമുക്ക് ചിക്കൻ നമുക്ക് ഇങ്ങനെ ഇടാം, ബീഫ് ഇടാം, എല്ലാ മീനും ഇടാം. ചാള മീനിടാം, അയല മീനിടാം, ഇഷ്ടമുള്ള മീനെല്ലാം ഇടാം അച്ചാർ. കണ്ടോ? ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മസാല ഇതെല്ലാം പിടിച്ച് സെറ്റായി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം നല്ല സെറ്റായി. അമ്മ ഇത് അച്ചാർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ
നല്ല തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, സൂപ്പർ മീനച്ചാർ. ഉണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, അടിപൊളി മീനച്ചാർ. അപ്പോൾ ഇത് നല്ല തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ 2 കഷ്ണം എടുത്ത് കഴിക്കാൻ, മീനൊന്നും ഇല്ലാത്ത സമയത്ത്. അപ്പം പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് ആവിയേറ്റി വെച്ച് ഇതിനകത്ത് തോരൻ, തലക്കറി, അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ തിരണ്ട് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതമ്മ വെട്ടിക്കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് നാളത്തേക്ക് കറി വെക്കാം. ഇന്നത്തേക്ക് ഇത്രയും കറിയുണ്ട്. ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ അതൊരു ഓവർ ആവത്തില്ലയോ? ആവും. നമുക്ക് ഇത്രയും മതി. ഓക്കെ. അപ്പം അമ്മ ഉള്ളത് എടുത്ത് കാണിച്ചു തരാം. നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? എല്ലാം വെച്ച് ഞാൻ 2 കഷ്ണം മീനേ അതിനകത്ത് വെച്ചാൽ ചൂരമേ. അപ്പം അത് വറുക്കാനിട്ടിട്ടുണ്ട്. അപ്പം അത് വറുക്കട്ടെ. പക്ഷെ അത് നോക്കിയിട്ട് എനിക്ക് വേദന നല്ല വിശക്കുന്നു. അപ്പം അമ്മ ചോറിടുവാണേ. അതെ, ചോറ് നല്ല ചൂട് ചോറ്. ഉണ്ടാ, ചൂട് ചോറ്. പിന്നെ നമ്മുടെ തോരൻ ബീൻസും പിന്നെ വെണ്ടക്കയും ഇട്ടിട്ടുള്ള തേങ്ങയൊക്കെ ഇട്ടുള്ള സൂപ്പർ തോരൻ. അത് പിന്നെ നമ്മളെ മാങ്ങ അച്ചാർ. ഇപ്പം മാങ്ങ അച്ചാർ, ഈ മാങ്ങ അച്ചാർ മാത്രം കിട്ടുന്നത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മളെ മുള്ളും തലയും കൂടെ വറ്റിച്ചത്. അപ്പം അതിൽ നിന്ന് നമുക്ക് കണ്ടോ ആ തല നമുക്ക്, എനിക്ക് തല വേണ്ട, അതാണ് ഇച്ചിരി മുള്ളെടുക്കുക. പിന്നെ സ്വല്പം ഗ്രേവി. പിന്നെ നമ്മുടെ മീൻ വറുക്കട്ടെ. അവൾ കഴിഞ്ഞാൽ ഞാൻ ചോറിട്ട്. അപ്പം ഇതാണ് അമ്മയുടെ അച്ചാർ എടുത്തില്ല, മീനച്ചാർ എടുത്തില്ല. ഇത്രയും സാധനങ്ങളുണ്ട്, അമ്മയ്ക്കത് വേണ്ട. അപ്പം അമ്മ കഴിക്കട്ടെ. എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ? അത് നമ്മുടെ മീനച്ചാർ കണ്ടോ സെറ്റാക്കി കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അമ്മയ്ക്കത് വേണ്ട, ഇത്രയും കറികളുണ്ട്. അപ്പം അമ്മ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചില്ലെങ്കിൽ വന്നാൽ ചോറ് തരാം. അപ്പം അമ്മ കഴിക്കുകയാണ്. വെണ്ടയ്ക്ക മീൻചുട്ട വിഴുക്ക്, മാങ്ങാച്ചാറ്, തല വറ്റിച്ചത്, പിന്നെ മീൻ വറുത്തത്. ഇത് തിന്നുന്നപ്പോഴത്തേനും മീൻ വറുക്കും, റെഡിയാവും. അപ്പം അമ്മ കഴിക്കട്ടെ. 4 മണിക്ക് എല്ലാവരും കട്ടൻ ചായ കുടിച്ചോ? കട്ടൻ ചായ ചായ ഒക്കെ കുടിച്ചോ? ഞാൻ അവിടെ കട്ടൻ ചായ കുടിച്ചു. കൊല്ലത്ത് നല്ല മഴ, നല്ല സൂപ്പർ മഴ ഉണ്ടോ, അടിപൊളി മഴയാണ്. അപ്പം മഴയത്ത് ചൂട് കട്ടൻ ചായ കുടിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ്, നല്ല തണുപ്പ് വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ചു. കട്ടൻ ചായ മാത്രമേ കുടിച്ചോളൂ. നിങ്ങൾ 4 മണിക്ക് ചായ എല്ലാം കുടിച്ചോ? കുടിച്ചില്ലെങ്കിൽ ഓടിപ്പോയി ചായ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചോളി. അപ്പം അമ്മ വൈകുന്നേരത്തെ വീഡിയോ ആയിട്ട് വരാം. പിന്നെ വേറെ എന്തോന്ന് പറയാം, വേറെ ഒന്നുമില്ല. ഇന്നത്തെ യാത്ര സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി യാത്രയായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ വൈകുന്നേരത്തെ ദർശനമൊക്കെ കണ്ട് മടങ്ങി. സൂപ്പർ യാത്രയായിരുന്നു, നല്ലതായിരുന്നു. വൃശ്ചികം ഒന്നായിട്ട് നല്ല മനസ്സിന് നല്ല സന്തോഷമൊക്കെ കിട്ടി. നല്ലൊരു യാത്രയൊക്കെ ചെയ്തു. അപ്പോഴും ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പം ജോലിയെല്ലാം ഒതുങ്ങി. ഇനിയിപ്പം വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇരിക്കണം. എല്ലാം രാത്രി ചോറൊക്കെ കഴിച്ചു. അപ്പം അമ്മ ചോറൊക്കെ കഴിച്ച് വിളമ്പി. പിന്നെ മീനൊക്കെ വറുത്ത് ചോറുന്നുവാണ്. അപ്പം അമ്മ ചോറുന്നിട്ട് കിടക്കാൻ പോകും. നിങ്ങളൊക്കെ രാത്രി ചോറൊക്കെ കഴിച്ചോ? അപ്പം എല്ലാവരും ചോറൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കിടന്നുറങ്ങുക. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.